അപ്പൊ ഒരാൾ വന്നിട്ട് പറയുന്നത് ദിനിയ ഫാത്തിമ ഞങ്ങളെ അടുത്തുണ്ടെന്ന് പറയുന്നത്. ഞാൻ അവരെ നോക്കി, പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല. അവരെ കണ്ടെത്താനും അവരെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടെത്തിയപ്പോ ഇവര് പറയുന്നത് ഇത് ദിയ ഫാത്തിമയാണ്. ദിയ ഫാത്തിമ മിസ്സിംഗ് കേസ്. ദിയ ഫാത്തിമ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്ന്. 8 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും കാണാതായ ദിയ ഫാത്തിമ, ആ സമയത്ത് പ്രായം 1.5 വയസ്സാണ്. ഇന്നും ആ മകൾക്ക് വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആ മാതാപിതാക്കള്. എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ മിസ്സായ അന്ന് മുതൽ ഈ കേസുമായിട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്നത് പോലീസുകാരല്ല, ജുനൈദ് നമ്പിലത്ത് എന്ന സഹോദരനാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോലീസിന്റെ അനാസ്ഥ, ആ രീതിയിലുള്ള പല വിഷയങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ജുനൈദ് നമ്പിലത്ത് 8 വർഷങ്ങളായിട്ട് അന്നും ഇന്നും ഈ കേസുമായിട്ട് പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് ദിയ ഫാത്തിമയുടെ കേസിന്റെ അപ്ഡേറ്റുമായിട്ട് പല വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ ജുനൈദ് നമ്പിലത്തിന്റെ ഓരോ വീഡിയോകൾ കാണുമ്പോഴും നമുക്ക് ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്, ആ ദിയാമോള് ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഒരു നാൾ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ. ജുനൈദ് നമ്പിലത്തിന്റെ 2 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ, ആ പറയുന്ന വാക്കുകളൊന്ന് ആദ്യമായിട്ടൊന്ന് കേട്ടു നോക്കാം. 2 മാസം കഴിഞ്ഞപ്പോ ഒരു ബഹുമാന്യനായ വലിയ മാന്യ അദ്ദേഹം വന്ന് ഇവരെ വീട്ടിലേക്ക് മഫ്തിയില വന്നത്. എന്നിട്ട് ചോദിച്ചു, ഇവരോട് ചോദിക്കാണ് കുട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ, ഭർത്താവിന്റെ പെങ്ങളില്ലേ, ഈ ഭർത്താവിന്റെ പെങ്ങളും നിങ്ങളും വലിയ സുഖത്തിലല്ലോ, അവരങ്ങനെ പറഞ്ഞു, കുട്ടിനെ അപായപ്പെടുത്താൻ കാരണം നിങ്ങളാന്ന് അവര് പറഞ്ഞു. ഈ പാവം 2 മാസമായ പാവം ഉമ്മാനോട് ഇയാൾ വന്ന് പറയാ, ചിലക്കാണ് വീട്ടിൽ വന്നിട്ട്. ഇത് കഴിഞ്ഞ് ഇയാൾ നേരെ പോയത് എങ്ങോട്ട് അറിയോ? ഇയാളുടെ ഭർത്താവിന്റെ ഈ ദിയ ഫാത്തിമന്റെ ഉപ്പന്റെ തറവാട്ടിലേക്കാ പോയത്, വീട്ടിലേക്കാ പോയത്. അവിടെ പോയിട്ട് അയാളുടെ പെങ്ങന്മാരും വരെയും കണ്ടിട്ട് പറഞ്ഞു, ദിയന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു. എങ്ങനെ? ദിയന്റെ ഉമ്മ പറയണത്രേ, നിങ്ങളെത്തിയ സുഖത്തിലല്ല, നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാനും വിചാരിച്ചു, ഓക്കെ, ചിലപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അന്വേഷണമല്ലേ, പോലീസുകാരല്ലേ, അതിന്റെ പേരില് ആ നാത്തൂന് എന്നല്ല പറയാ, നാത്തൂന്മാര് എന്നല്ല പറയാ, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ സ്ത്രീയും ഇവരുടെ ഉമ്മയും തമ്മിൽ കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഉള്ളിലും പക പോലെ ആയി, ഒരു സങ്കടമായി, ഇവരുടെ ഉള്ളിലും സങ്കടമായി. ഇവര് തമ്മിൽ അറിയാത്തൊരു കാര്യമാണത്. അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് 1 മാസം കഴിഞ്ഞതിന് ശേഷം ദിയന്റെ ഫാത്തിമയുടെ ഉമ്മ അവർക്ക് വിളിക്കുമ്പോഴാണ് അവര് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്ന് പോലീസുകാരങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ കരുതിയത്. ഇവര് നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന കുടുംബമാണ്, നല്ല ആളുകളാണ്. അപ്പോ ദിയന്റെ ഉമ്മ പറഞ്ഞു, എന്റെ അടുത്തും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ സ്റ്റേഷനിൽ പോയി, ഏതാണ് ഈ പോലീസുകാരൻ, എന്താണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം, എന്തിനാ ഇയാൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു പോലീസുകാരൻ അവിടെ ഇല്ല. ആരാണ് അയാള്? അയാൾ ആരാണ്? അയാള് ഓക്കെ, ഇനിയിപ്പോ എന്നെ പോലെ, ഇപ്പൊ നമ്മളെ പോലെ ഒരു സഹതാപോ അല്ലെങ്കിൽ നമ്മളെ പോലെ നമ്മളെ കുട്ടിയാണ്, അത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ള ആരെങ്കിലും ആണെങ്കിൽ പോട്ടെ നോക്കാം. പക്ഷെ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ വരേണ്ട കേസിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫാത്തിമന്റെ വീട്ടിലോ മറ്റേ വീട്ടിലോ വന്നിട്ടില്ല. അയാൾ ആരാന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം ആരാണെന്ന്. പക്ഷെ അയാൾ എന്തിനു വന്നു, എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം, എന്തേ പോലീസ് അന്വേഷിച്ചില്ല? പോലീസിനത് വേണ്ട, പോലീസ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എത്രയോ വലിയ വലിയ കേസുകൾ ദിവസങ്ങൾക്കുള്ളിൽ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കപ്പെടുന്ന എത്രയോ കേസുകൾ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ നമ്പർ 1 ആണ് പോലീസുകാർ. പക്ഷെ എന്തുകൊണ്ടാണ് ദിയ ഫാത്തിമയുടെ കേസ് ഇത്രയും വർഷങ്ങളായിട്ടും അതൊരു ചാഞ്ചാട്ടമായിട്ട് ഒരു സ്പീഡില്ലാതെ എന്തുകൊണ്ടാണ് ദിയ ഫാത്തിമയുടെ കേസ് ഇങ്ങനെ പോകുന്നത് എന്താണ് അറിയാത്തത്? കാരണം ആ കുട്ടി മിസ്സിംഗ് ആയ ദിവസം തന്നെ 50 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ വീട്ടിൽ അവർ പറഞ്ഞത് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. ഞങ്ങൾ എന്താണ് കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന ആളാണോ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ആ രീതിയിൽ സംസാരിച്ചിട്ട് ദിവസങ്ങളോളം അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അതിനുശേഷം ഇവിടെ പറയുന്ന കാര്യം, മഫ്തിയിൽ വന്നിട്ട് 2 വീടുകളിൽ ദിയ ഫാത്തിമയുടെ വീട്ടിലും നാത്തൂന്റെ വീട്ടിലും പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോ അവര് തമ്മിലുള്ള ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് വന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോ അങ്ങനെയുള്ള ഒരാള് ആ സ്റ്റേഷനിൽ അവിടെ ചെന്നിട്ടില്ല. പിന്നെ ആരാണ് അയാള്? എനിക്ക് തോന്നുന്നത് അവിടെ ചെന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട കേസുമായിട്ട്
കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ വിവരങ്ങൾ അറിയുന്ന ഒരാളായിരിക്കണം അവിടെ ചെന്നത്. കാരണം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കേസ് വേറെ രീതിക്ക് പോകും. ആ വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളാവും. പിന്നെ പുറമെ അന്വേഷിക്കാതെ ആ സമയത്ത് ജുനൈദ് നമ്പിലത്തടക്കം നാട്ടുകാരൊക്കെ വിചാരിച്ചത് ആ കുട്ടിയെ കൊന്നത് അവരുടെ കുടുംബക്കാർ, അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ്, അവരുടെ ഉപ്പയാണ് കൊന്നതെന്നൊക്കെ ആ രീതിയിൽ പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ജുനൈദ് നമ്പിലത്തിന്റെ ഓരോ വാർത്തകൾ വരുമ്പോൾ കുട്ടിയെ കിട്ടും എന്ന 100% പ്രതീക്ഷയാണുള്ളത്. എന്തായാലും ജുനൈദ് നമ്പിലത്തിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്, എന്തായാലും അത് ഒന്ന് കേട്ടോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഞാൻ എന്തുകൊണ്ടാണ് നമ്പർ കൊടുക്കാത്തെന്നുള്ള ഒരു കഥ ഉണ്ട്, അറിയോ? അതായത് ഒരു സ്ത്രീ കമന്റ് ഇട്ടു, എന്റെ വീഡിയോയിലല്ല വേറൊരു വീഡിയോയില്, ദിയ ഫാത്തിമ എന്റെ മുന്നിൽ എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കമന്റ് ഇട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വഴിയില് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇതെന്താന്ന്. പോലീസും ഉണ്ട് കൂടെ. അപ്പൊ ഒരാൾ വന്നിട്ട് പറയുന്നത് ദിനിയ ഫാത്തിമ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അവരെ നോക്കി, പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല. അവരെ കണ്ടെത്താനും അവരെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ പറയാം ഇൻ ഫ്യൂച്ചർ, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടെത്തിയപ്പോ ഇവര് പറയുന്നത് ഇത് ദിയ ഫാത്തിമയാണ്, ഇത്ര വയസ്സായിട്ടുള്ളൂ, ഇന്ന വീട്ടിൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാ പറയുന്നത്. ഞാൻ നന്നായി ആലോചിച്ചിട്ട് ഈ വിഷയത്തെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുള്ളൂ. അപ്പോ അങ്ങനെ നോക്കുമ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. മാംഗ്ലൂരാണെന്ന് കൂട്ടിക്കോ സ്ഥലം. മാംഗ്ലൂരുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്കൊരു പരാതി കൊടുത്തിട്ട് ഈ വീട്ടിൽ പോയി അന്വേഷിക്കാം, എന്റെ ആളുകൾ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, നോ, ആ വീട്ടില് ദിയ ഫാത്തിമ താമസിപ്പിക്കുന്ന വീട്ടിലുള്ള സ്ത്രീയും ഈ പോലീസുകാരനും എന്തോ കണക്ഷൻ ഉണ്ട്, അവര് അടുപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിന് കുറച്ച് തന്റെ ഇടമുള്ള ആളുകൾ വേണം. എന്ത് ചെയ്യും? ആ നാട്ടിലുള്ള അങ്ങനെ ഞങ്ങള് കുറച്ച് ആളുകൾ ആ നാട്ടിൽ പോകുന്നു. മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യമായിട്ടാ പറയുന്നത്, മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യം. ഇത് നമ്മുടെ അന്വേഷണത്തിലെ ഒരു വെറും സംശയത്തിന്റെ പേരില്. അപ്പോ കുറച്ച് ആളുകൾ പോകുന്നു. അപ്പൊ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാലേ അവർക്ക് കേസ് കൊടുക്കാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോ പോസ്കോ കേസ് വരെ കൊടുക്കാം. അവർക്ക് വീട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. അങ്ങനെ പല കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കാം. തൽക്കാലം ഇതിന് സമയമില്ല, പക്ഷെ ഞങ്ങൾക്ക് ദിയ മോളെ കിട്ടും വേണം. അപ്പൊ എങ്ങനെയെന്ന് ആലോചിച്ച് രാവിലെ 4 മണി, സുബൈക്ക് 4 മണി മുമ്പാണ് ഒരു ഐഡിയ വരുന്നത്. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോയി ആ കുട്ടീനെ കണ്ടെത്തിയപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോ മുഴുവനായിട്ട് ആ ഫുള്ള് കാര്യങ്ങളും പറയാം. അപ്പോ എന്റെ നമ്പർ, അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുട്ടീനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ നമ്പർ അവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് നമ്പർ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ കമന്റിൽ നമ്പർ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അവളെ കണ്ടെത്താം. ഈ ജുനൈദ് നമ്പലത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കാരണം വർഷങ്ങളായിട്ട് ഇന്നും കാത്തിരിക്കുകയാണ് മാതാപിതാക്കള്, എന്തെങ്കിലും ഒന്ന് എന്റെ മകൾ തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ. കാരണം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്, ആ ദിയ ഫാത്തിമയെ കണ്ടു കിട്ടും എന്നൊരു പ്രതീക്ഷ. നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ മാതാപിതാക്കളാണ്. ആ ദിയ ഫാത്തിമ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. പക്ഷെ ആ ദിയ ഫാത്തിമയെ കിട്ടുന്ന ദിവസം നമ്മളെല്ലാവരും അവരുടെ രക്ഷിതാക്കളെ പോലെ നമ്മളെ ഓരോ ആളുകളും വളരെ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയായിരിക്കും എല്ലാവർക്കും. എത്രയും പെട്ടെന്ന് ആ ദിയ ഫാത്തിമയെ തിരിച്ചു കിട്ടട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക.